യെസ്. 2018 ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് 7 വർഷത്തിനു ശേഷം മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട 67ഓളം ഹർജികൾ പ്രാഥമിക പരിഗണനയ്ക്കെടുക്കുന്നത്. ഹർജികളിൽ വാദം കേൾക്കേണ്ട 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങളും 3-അംഗ ബെഞ്ച് സ്വീകരിക്കും. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. കൃഷ്ണരാജ്, ശ്രീകാന്ത്, നമുക്കറിയാം ഇന്നത്തെ ദിവസം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന്. 7 വർഷങ്ങൾക്ക് ശേഷം 2018 ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് ഇത് എങ്ങനെയാണ് നിർണായകമാകുക? ഗുഡ് മോർണിംഗ് കൃഷ്ണരാജ്, അശ്വതി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഈ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി പോകില്ല എന്നുള്ളതാണ്. കാരണം ഈ കേസ് പരിഗണിക്കുന്ന ബെഞ്ച് ഇന്ന് ഈ കേസ് എടുക്കാൻ പോകുന്ന ആളുകളല്ല ഇത് വിശദമായി വാദം കേൾക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മാല ബാഗ്ജി, വിപുൽ പഞ്ചോളി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. 67 ഹർജികളാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 60ഓളം ഹർജികളും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് എന്നത് പ്രത്യേകതയാണ്. ദാവൂദി ബോറ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ ചേലാകർമ്മം, അന്യമതസ്ഥരെ വിവാഹം കഴിച്ച പാഴ്സി സ്ത്രീകളുടെ ക്ഷേത്രപ്രവേശനം, മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനം തുടങ്ങിയവയാണ് മറ്റ് ഹർജികൾ. ഈ 67 ഹർജികളും സുപ്രീം കോടതിയിലെ 9-അംഗ ബെഞ്ച് പരിഗണിച്ചിരുന്ന ഹർജികളാണ്. 2020 ഫെബ്രുവരിയിൽ 9-അംഗ ബെഞ്ച് വാദം കേൾക്കാൻ ആരംഭിച്ചെങ്കിലും അത് പൂർത്തിയാക്കാൻ ആയിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ 3-അംഗ ബെഞ്ച് ഈ കേസിന്റെ മെറിറ്റിലേക്കല്ല പോകാൻ പോകുന്നത് എന്നുള്ളതാണ്. പുതിയ ബെഞ്ച് രൂപീകരണം സംബന്ധിച്ചും വാദം കേൾക്കുന്ന തീയതി സംബന്ധിച്ചുമായിരിക്കും ഇന്ന് തീരുമാനം എടുക്കാൻ പോകുന്നത്. അതായത് ഒരു സാങ്കേതിക നടപടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇന്നൊരു പക്ഷേ പൂർണ്ണമായും ഇന്ന് തന്നെ 9-അംഗ ബെഞ്ചിന്റെ രൂപീകരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യവും സംശയമാണ്. അതിന് തൊട്ടടുത്ത ദിവസത്തേക്കോ മറ്റോ മാറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇന്ന് അതിന്റെ പ്രാഥമിക നടപടി ആരംഭിക്കുന്ന ദിവസമാണ്. ഏതെങ്കിലും കക്ഷികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വാദം എഴുതി നൽകുകയോ സത്യവാങ്മൂലം ഫയൽ ചെയ്യണമെങ്കിൽ അതിനുള്ള സമയവും കോടതി നൽകിയേക്കും. അതെന്തായാലും ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. അതിനാൽ തൽക്കാലത്തേക്ക് ഈ സംസ്ഥാന സർക്കാർ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ 7 വിഷയങ്ങൾ ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട 7 വിഷയങ്ങൾ പരിഗണനയിൽ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് 1965 കേരള പൊതു ആരാധന സ്ഥലം അതുമായി ബന്ധപ്പെട്ട പ്രവേശനാനുമതി സംബന്ധിച്ച ചട്ടങ്ങൾ ശബരിമല ക്ഷേത്രത്തിന് ബാധകമാണോ എന്ന വിഷയവും വിശാല ബെഞ്ച് പരിഗണിക്കും. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഒരു നിലപാട് സംസ്ഥാന സർക്കാരിന് കോടതിയിൽ അറിയിക്കാം. അത് സത്യവാങ്മൂലത്തിലൂടെയാകാം, അല്ലെങ്കിൽ എഴുതി നൽകുകയും ചെയ്യാം. നേരത്തെ എന്ത് നൽകി, അവിടെയാണ് അടിവരയിട്ട് കേൾക്കേണ്ടത്. നേരത്തെ എന്ത് നൽകി എന്നതിലല്ല, ഇനി എന്ത് നൽകുന്നു എന്നുള്ളതാണ് ഈ വിശാല ഭരണഘടനാ ബെഞ്ചിന്റെ മുൻപാകെ കേസ് വരുമ്പോൾ പ്രസക്തമാകുന്നത്. അതായത് തെറ്റ് തിരുത്താൻ പിണറായി വിജയൻ സർക്കാരിന് ഒരവസരം കൂടിയുണ്ട് എന്നുള്ളതാണ്. അവർ നിലപാടെന്താണെന്ന് വ്യക്തമാക്കിയേ തീരൂ. ഇന്നിപ്പോൾ ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ തൽക്കാലം സത്യവാങ്മൂലമോ മറുപടിയോ നൽകാതെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് ഇത് വാദത്തിന് വരുമ്പോൾ താൽക്കാലികമായി അത് നീട്ടിക്കൊണ്ടു പോകാനുള്ള തന്ത്രമായിരിക്കും ഈ പിണറായി വിജയൻ സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്. മുൻപ് ശബരിമല യുവതീ പ്രവേശന സമയത്ത് അവരെടുത്ത സ്റ്റാൻഡ് വെച്ച് നോക്കുമ്പോൾ അതിന് തന്നെയാണ് സാധ്യത ഇപ്പോൾ കാണുന്നത്. പക്ഷേ മുഴുവൻ ഭക്തരും, കേരളത്തിലെ, രാജ്യത്തെ, ലോകത്തെ അയ്യപ്പ വിശ്വാസികൾ ഒന്നടങ്കം ഈ സർക്കാരിനോട് ചോദിക്കേണ്ട ഒറ്റ ചോദ്യം ഇത് മാത്രമാണ്: നിങ്ങളുടെ നിലപാടെന്ത് സർക്കാരെ എന്നുള്ളത്. തൽക്കാലം തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അഴകുഴമ്പൻ നിലപാട് മാറ്റണം. ഇത് നീട്ടിക്കൊണ്ട് സത്യവാങ്മൂലം നൽകാതെ തെരഞ്ഞെടുപ്പിന് ശേഷം കഴിയും വരെ അത് നീട്ടിക്കൊണ്ടു പോകുന്ന നിലപാട് മാറ്റണം. പരസ്യമായി ഇന്ന് ഈ കേസ് പരിഗണിക്കുന്ന ഈ ബെഞ്ചിന്റെ രൂപീകരണം നടക്കാൻ പോകുന്ന ദിവസം തന്നെ സർക്കാർ വ്യക്തമാക്കണം എന്താണ് നിങ്ങളുടെ നിലപാടെന്ന്.